മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ്. ഒരിക്കൽ നമ്മൾ ഇറക്കിയ അതേ നമ്പർ നമ്മൾ തിരിച്ചു പ്രയോഗിക്കുന്നു. ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു രാത്രിയിലെ ഈ പോലീസ് നടപടി. ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ. മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പറയുന്നത് പട്ടം മുതൽ ഏകദേശം PMG വരെ ഈ പറയുന്ന കാറും ഡ്രൈവർ യദു ഓടിച്ച KSRTC ബസ്സും തമ്മിൽ ഈ സൈഡ് നൽകുന്നതിന് തമ്മിൽ തർക്കമുണ്ടായി. സാറേ നമുക്കൊന്ന് ഒതുക്കിയാലോ? മിണ്ടരുത്, മുമ്പോട്ടെടുക്കും. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അതാണ് കറക്റ്റ്. സമീർ സാർ സൂപ്പർ. നിന്റെ അച്ഛനെ പ്ലാമൂട്ടിൽ വെച്ച് കാറ് ബസ്സിനെ മറികടക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലിരുന്ന യദു ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നും പിൻസീറ്റിലിരുന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്നതാണ്. അപ്പോൾ അവിടെ ഉയരുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു കാറിന്റെ പിൻസീറ്റിലിരുന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ KSRTC ബസിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന യദുവിനെ കാണാൻ കഴിയുമോ? പിന്നെ എങ്ങനെ കണ്ടു? അത് ഞാൻ മിന്നലിന്റെ വെളിച്ചത്തിലാണ് കണ്ടത്. അവിടെ അതിനുള്ള വെളിച്ചമുണ്ടോ? കാരണം ഒരു 9:30 മണിക്ക്, രാത്രി 9:30 മണിക്ക് ശേഷമാണ് ഈ തർക്കങ്ങളെല്ലാം നടക്കുന്നത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? ഒരു KSRTC ബസ്സും അന്ന് ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച ആ കാറും ഉപയോഗിച്ചുകൊണ്ടാണ് അതേ സന്ദർഭം പോലീസ് പുനരാവിഷ്കരിച്ചത് എന്നാണ് പറയുന്നത്. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? പോലീസ് പറയുന്നത് കൃത്യമായി അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന വെളിച്ച വിധാനമുണ്ട്. കൃത്യമായി ഒരു കാറിന്റെ പിന്നിലിരുന്ന് ഒരാൾ നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന യദുവിനെ കാണാൻ വേണ്ടി കഴിയും. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നത്. നേരത്തെ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ ശാസ്ത്രീയം ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരോടെ ജോസും മാത്തച്ഛനൊക്കെ ഞങ്ങളുടെ സീൻ മാത്രം നോക്കിയാൽ മതിയോ? അവർ വരുമ്പോ വരട്ടെ, ഈ ക്ലൈമാക്സ് എങ്കിലും ഒന്ന് നേരെയാക്കാം. യദുവിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ യദു നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത അന്വേഷണം എന്തായി എന്ന് ചോദിച്ചാൽ അത് പകുതി വഴിയിൽ നിൽക്കുകയാണ്. സംശയമൊന്നുമില്ലല്ലോ. മെമ്മറി കാർഡ് എവിടെ പോയെന്ന് ചോദിച്ചാൽ മെമ്മറി കാർഡ് കണ്ടെത്താനും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊതുജനം പിണ്ണാക്ക് തിന്ന് ജീവിക്കുന്ന വെറും വോട്ട് കുത്തികൾ എന്ന നിങ്ങളുടെ ധാരണ എത്രത്തോളം തീവ്രമാണെന്ന് വീണ്ടും ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. ഇതിന്റെ പേരെന്താ? ചങ്കൂറ്റോ അതോ ചെറ്റത്തരോ? കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കിയില്ലേലും ഒരുത്തന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ കഴിഞ്ഞു എന്ന് മേയർക്കിനി ഞെളിയ. എന്തായാലും മരണം ഒരു മഞ്ചലുമായിട്ട് നിന്റെ വാതക വന്ന് നിൽപ്പുണ്ട്. ഇരുന്ന് വിശ്രമിക്കാൻ പോവാ. എണീറ്റ് ഓടറാ. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.